എവിടെ കൊണ്ടുവച്ചിരിക്കും ഫോണ് ചേട്ടാ. ഇത് എവിടെ ഇരുന്നേട്ടാ? ഞാനേ ആ ഫാസിലിന്റെ കൂടെ ഒന്ന് പുറത്തു കൊണ്ടി വന്നു. ഫോൺ എവിടെ നിങ്ങളുടെ? ഫോണിലെ ചാർജ് കംപ്ലീറ്റ് തീർന്നു. ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. എന്താ അത്യാവശ്യം? ഒന്നും പറയണ്ട. എന്താണ്? ആ നശിച്ച പൂച്ചയില്ലേ, ആ പൂച്ച ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോ തലയിടണ കണ്ടോണ്ട് അതിനെ ഓടിച്ചു ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടി. വൈകിട്ടത്തേക്ക് ഞാൻ മട്ടണൊക്കെ റെഡിയാക്കി വെച്ചതാ. അത് മുഴുവൻ തലയിട്ട് അത് തട്ടി മറിച്ച് കളഞ്ഞ്. ഒന്നും പറയണ്ട. ഏട്ടാ ഞാൻ എന്ത് ചെയ്യാനാ? ആ കുരുത്തം കെട്ട പൂച്ച ഉച്ചയ്ക്ക് ഞാൻ അതിനെ 100 ഇവിടുന്ന് ഓടിച്ചതാ. എങ്ങനെ തിരിച്ചു വന്നോ? എടി മന്ദപ്പേ, വാതിലും ജനലും തുറന്നിട്ടുണ്ട്. പിന്നെ പൂച്ച കയറാതിരിക്കുന്നതിന്റെ ഉള്ളില് ഭക്ഷണ സാധനങ്ങൾ വെക്കുമ്പോ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇതിപ്പോ എന്റെ കുറ്റം കൊണ്ടാണോ? ആ നശിച്ച പൂച്ച ഏത് വഴി കേറിയെന്ന് എനിക്ക് ഒരു പിടിയില്ല. വാതിലൊക്കെ ഞാൻ അടച്ചിട്ടിരുന്ന. എന്തെങ്കിലും ഒന്ന് മേടിച്ചോണ്ട് പോയേട്ടാ. ഞാൻ ഈ പകല് മുഴുവന് പോസ്റ്റിന്റെ മുകളിൽ കയറി അവസാനം വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് വിചാരിച്ചിട്ടാ വരുന്നത്. ആ സമയത്ത് ഭക്ഷണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ട ജമന്തി. ഞാൻ എന്ത് ചെയ്യാനാ? ആ കുരുത്തം കെട്ട പൂച്ച ദുഷ്ടൻ. ഏട്ടാ എന്തെങ്കിലും ഒന്ന് വാങ്ങേട്ടാ, എനിക്ക് വിശക്കുണ്ട്. ഇനി ഈ നേരത്തെ ഞാൻ എവിടെ പോയിട്ട് വാങ്ങിക്കാനാണ്? കടയിൽ നിന്ന് കിട്ടുമല്ലോ. ആ മട്ടൻ പോയതില്ല എനിക്ക് സങ്കടം. ഒന്ന് പോയി വാങ്ങേട്ടാ. ആ തങ്കത്തിനടുത്ത് വല്ലതും ഉണ്ടോ ചോദിക്കുന്നോ? പോയി ചോദിച്ചിട്ട് മനുഷ്യനവിടെ വിശന്ന് നിൽക്കുമ്പോഴാ. എന്നാ വേണ്ട, പട്ടിണി കിടന്നോ. ആ ഒരു ദിവസം പട്ടിണി കിടന്നു വെച്ചാൽ അതൊന്നും പോവില്ല. ഞാൻ വിശക്കുന്നുണ്ട് ഏട്ടാ. ഏട്ടാ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഇതെവിടെ പോയി ജന്തു? ആ ഇനി നീ ഇങ്ങ് വാ, കാണിച്ചു തരാം ഞാൻ. എങ്ങനെ കിട്ടാനാണ്? എന്താ ജീവനുള്ള സാധനല്ലേ ഓടിപ്പോയി? പിന്നെന്തിനാ പുറകെ കിടക്കണേ? അതെ, ഇനിയെങ്ങാനും ആ സാധനത്തിന് എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ തല്ലിക്കൊല്ലും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല ഏട്ടൻ എന്താ വല്ല വട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ വിചാരം? എനിക്ക് അറിയാനിട്ട് ചോദിക്കുകയാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ തുറന്നു വെച്ചിട്ട് അതിൽ പൂച്ച വന്ന് തലയിട്ടിട്ട് ആ സാധനം തിന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കേടാ വരിക നിങ്ങൾക്ക് അറിയാവോ? ഞാൻ തുറന്നു വെച്ചല്ലോ. പിന്നെ ആരടി തുറന്നു വെക്കണത്? അത് പൂച്ചക്ക് കഴിയില്ലേ, പൂച്ച അങ്ങനെ തട്ടി മാറ്റിട്ടുണ്ടാവും. എപ്പ പറഞ്ഞാലും എന്തെങ്കിലും തർക്കൂത്തരം പറഞ്ഞോണ്ടിരിക്കും. അതിന് ഇത്ര ദേഷ്യപ്പെടണ എന്തിനാ? പൂച്ചയല്ലേ, അറിയാതെ വന്ന് കയറിയതായിരിക്കും. നിങ്ങൾ അതിന് ആവശ്യമില്ലാണ്ട് ഈ കണ്ണി കണ്ട സാധനങ്ങൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടാണ്, അത് തിന്നു കൊടുത്തിട്ടാണ് പിന്നെ കയറി വരുന്നതിനകത്തേക്ക്. ഏട്ടാ അങ്ങനെ മഹാഭാവം പറയരുതേ. പൂച്ചശാപം കിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് മിണ്ടാപ്രാണിയാ, വൃത്തികെട്ട ജന്തു. എനിക്ക് കണ്ട കലി വരും. ഒന്നേലും വാതിൽ അടച്ചിടുക, ഇല്ലെങ്കിൽ ഭക്ഷണ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂടി വെക്കുക. ഇത് ഒന്നും ചെയ്യൂല. ഈ കാര്യം ചെയ്യും, പൂച്ചയെ പേടിച്ച് ഈ വീടിന്റെ ചുറ്റിനും അങ്ങോട്ട് ഗ്രില്ലടിച്ചു വെക്കേ. അപ്പൊ പിന്നെ വരില്ലല്ലോ. നീ നിന്റെ പാട്ടിന് പോകണം. അല്ല പിന്നെ എന്താന്ന്? അയ്യോ വട്ടായി ഈ മനുഷ്യന്. ഇനി ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. നിന്റെ ഒരു ഒടുക്കത്തെ പൂച്ചപ്രമ ഞാൻ കാണിച്ചു തരാം. ഇനി എങ്ങാനും അതെന്റെ കണ്ണിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. വൃത്തികെട്ട ജന്തു, കൊല്ലണം പോകും. അങ്ങനെ ഉണ്ട് ഒരു കളി. അളിയാ, ഞാൻ ആവശ്യമില്ലാതെ കമ്പുമായിട്ട് നീ എന്നെ കൊല്ലും പിടിക്കുന്നു നേരം വിളിക്കുമ്പോ പറയല്ലേ. ഓ നിന്നെ കൊല്ലാൻ എന്തിനാണ്? അപ്പൊ നീ ജമന്തിയായിട്ട് വഴക്കിട്ട് വന്നതാ? ജയമന്തി ഒന്നും അല്ല. പിന്നെ നീ വൃത്തിയായിട്ട ജന്തു എന്ന് പറഞ്ഞതാ? ഏടേ ആ കാടൻ പൂച്ചല്ലേ, പാണ്ടുള്ള പൂച്ച, വെള്ളയും പാണ്ടൊക്കെ ഉള്ളേ. ഓ ആ കറുപ്പിലെ ബ്ലാക്ക് ഉള്ളത്? ഓ അത് തന്നെ. അല്ല ആ പൂച്ച. അതെന്ത് ചെയ്തു രാവിലെ അതിന്റെ മണ്ടയ്ക്ക് കയറാൻ? എന്തെന്ന് അതിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലേ വീട്ടിന്റെ ഉള്ളില്? ചേടാ അതൊരു മിണ്ടാപ്രാണിയല്ലേ എളിയ, അതിനെങ്കിലും നീ ഒന്ന് വെറുതെ വിട്. അതിനെ വെറുതെ വിടണ വേണ്ടേ ഞാൻ തീരുമാനിക്കും. അയ്യോ വന്ന് ഇതിനോടും നിനക്കൊരു മനുഷ്യത്വമില്ല. മനുഷ്യനോടേ ഇല്ല, മൃഗങ്ങളോടെങ്കിലും എന്തെങ്കിലും ഒരു അലിവ് കാണിക്കും. എന്റെ അളിയ, നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഈ വക സാധനങ്ങളൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം, അതാണ് വേണ്ടത്. അല്ലാണ്ട് അതിന് ചോറും ചായയും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കേണ്ട സ്ഥാനത്തല്ല, അത് നേരെ അടുക്കളയിലേക്കൊക്കെ വലിഞ്ഞു കയറി വരും. എന്റെ കർത്താവേ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ദിവസം രാവിലെ ഈ പൂച്ചകളെയും പട്ടികളെയൊക്കെ വിളിച്ച് നിന്റെ വീട്ടിൽ സൽക്കരിക്കും പോലെയാണല്ലോ. എൻ്റെ അളിയ, ഒന്നാമത് നീ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉള്ള ബാക്കി കാണില്ല. ആ തിന്ന ജീവിക്ക് ജീവനുണ്ടായിരുന്നെ അത് ശപിച്ചേനെ തിന്നെ. പിന്നെ എങ്ങനെയാണ് ഈ പൂച്ച അവിടെ തിന്നാൻ പറഞ്ഞത്? എടാ മന്ദപ്പ, വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ അങ്ങനത്തവനാണ്. ശരി, സമ്മതിച്ചു. വീട്ടിൽ വേറെ ആളുകളില്ലേ? അവൾ ഈ സാധനങ്ങൾ മുഴുവൻ ഈ പൂച്ചയ്ക്ക് കൊടുത്തിട്ട് പൂച്ച തിന്നിങ്ങനെ കൊടുത്തു വരില്ലേ? അയ്യോ അത് അവളുടെ മനസ്സിന്റെ ഒരു അലിവ്. നിനക്കതൊന്നും ഇല്ലാതെ പോയി. അത് മിണ്ടാപ്രാണിക്ക് എന്തെങ്കിലും കൊടുക്കണം, നല്ലതെന്ന് തന്നെ ഞാനും പറയും. അവള് മാത്രമൊന്നല്ല, നീ ഇതിന് കാരണക്കാരനാണ്.
ഞാൻ എന്ത് ചെയ്തെന്ന്? നീ എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൂച്ചയ്ക്ക് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കണത്? അയ്യോ, ആ മിണ്ടാപ്രാണി വരുമ്പോൾ എന്തേലും ഞാൻ ലേശം അതിന് ഇട്ട് കൊടുക്കും, അതങ്ങ് തിന്നും, അതിനൊരു സന്തോഷം. അതിൻ്റെ പുണ്യം എനിക്ക് ദൈവം തരും. എൻ്റെ അളിയ മാത്രമല്ല, അളിയനൊരു കാര്യം അറിയാമോ? ഈ പൂച്ചകൾ വീട്ടിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ തട്ടി മാറി ആ പൂച്ചയിലേക്ക് പോകും. അതൊരു ശാസ്ത്രമാണ്. പിന്നെ വലിയ ശാസ്ത്ര. എനിക്കിതൊന്നും അറിയില്ല. എൻ്റെ പൊന്നളിയ, ഇന്നലെ ഒരു ഇത്തിരി മട്ടൻ ലിവർ അതും ഇല്ലാത്ത പൈസയും കൊടുത്ത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ജമന്തി ആണെങ്കിൽ അത് വളരെ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. കഴിക്കാൻ വേണ്ടി ചെന്ന സമയത്തോ ഒരു തരിമ്പ് പോലും അതിൽ ബാക്കിയില്ല, മുഴുവൻ ആ പൂച്ച തിന്നു. അന്നേരത്തെങ്ങാനും അതിന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിരുന്ന കണ്ടല്ലോ, അതിൻ്റെ പണി അപ്പണ് കഴിയും. ഇപ്പം അത് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി എടുക്കാൻ വേണ്ടി ചെന്നതാണ് അടുക്കളയിലേക്ക്, അപ്പണ്ട് പൂച്ച അവിടെ. പിന്നെ അതിന് എന്ത് ചെയ്യും ഞാൻ? അളിയാ, ഇതേ ഈ പൂച്ച ഇങ്ങനെ വരുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പോലെ സ്നേഹത്തോടെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ വന്ന് മോഷ്ടിക്കത്തില്ല. ഇപ്പം ഞങ്ങളെ വീട്ടിൽ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണോണ്ട് ഞങ്ങളെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നില്ലല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്. മാത്രമല്ല, നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജീവികൾ വേണം അളിയാ. കുറച്ച് കോഴിയോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. അതെങ്ങനെ അതിനെ വളർത്താനുള്ളൊരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവണം, അതിനൊരു താല്പര്യം ഉണ്ടാവണം. നിനക്കതൊന്നും ഇല്ലല്ലോ. നീ ഇതിൻ്റെ ജോലി നോക്കി പോയിൻ്റെ ക്ലീറ്റോ. ഇത് തന്നെ ഈ മൃഗ സ്വഭാവം തന്നെ ഇവനുള്ളത്. തങ്കം, നീ തങ്കം, നീ തങ്കം. അയ്യോ, ചിരിക്കാതെ എന്ത് പറയാ. അറിഞ്ഞോ നീ, എന്റെ ആങ്ങളെ കനകന്റെ കരൾ പോഷണം പോയി. സത്യം. എന്ത് കരള്? എടി, അവന്റെ കരൾ കാണാനല്ലേ മോഷണം പോയിന്ന്. അവന്റെ കരള് ചമ്മന്തിയല്ലേ? ചമ്മന്തിയാ? ചമ്മന്തിയല്ലേ? ഓ, അതൊന്നും അല്ലടി. ഇന്നലെ എങ്ങാണ്ടോ ഇവിടെന്തോ ആട്ടിൻ ലിവർ മേടിച്ചുകൊണ്ട് വന്നിട്ടേ അത് വരട്ടി വെക്കോ എങ്ങനെയൊക്കെ വേവിച്ചു. അത് ഒടുവിൽ ഏതോ പൂച്ച കട്ടോണ്ട് പോയിന്ന്. തമ്പുരാനെ, ആ കള്ളിപ്പൂച്ച. ഏയ്, ആ പൂച്ച അങ്ങനെയൊന്നും ചെയ്യില്ല. അവ അതൊന്നും പറഞ്ഞ അവിടെ ഓടി നടക്കണേ. ആ പൂച്ചയല്ല. പിന്നെ ആ പൂച്ച അല്ല, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പൂച്ച എടുത്തോണ്ട് പോണത്? ആ പൂച്ച അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്കറിയാം. അത് മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ കൊടുക്കണം, കഴിച്ചിട്ട് പോകും. ഇഷ്ടല്ല പൂച്ചനെ, ഞാൻ എന്നെ കണ്ടാ തല്ലിക്കൊല്ലി. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ട്, അവിടെ ഈ ലിവർ എന്ന് പറയുന്ന സാധനം മേടിച്ചല്ലോ, എന്നെ കണക്കിൽ വെക്കണ്ട. നീയുണ്ട്, തക്കളി മോളുണ്ട്, ഒരു ലേശം ഇങ്ങോട്ട് തരണമെന്ന് അവന് തോന്നിയോ? തോന്നിയില്ലേ? എനിക്ക് ഇഷ്ടല്ല. അതൊന്നും പറയണ്ട. ഇത് കർത്താവ് മേളി ഇരുന്നോണ്ട് കണ്ട് കർത്താവ് പൂച്ചയുടെ രൂപത്തിൽ വന്നതാടി. പിന്നെ കർത്താവിന് പൂച്ചയുടെ രൂപത്തിൽ നടക്കലല്ലേ പണി. എന്തായാലും അവന് പണി കിട്ടിയില്ല, എനിക്ക് സന്തോഷമായി അവന്റെ ലിവർ. പക്ഷെ ആ പൂച്ച അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആ പൂച്ച അങ്ങനെ ചെയ്യും. ഇവിടെ കേറിയിട്ടുണ്ടല്ലോ, തക്കളിമാക്ക് കുടിക്കാൻ വെച്ച പാലില് തലയിട്ടത്. അത് എന്നും ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കണമെന്നില്ല. അതിപ്പോ ഒരു ദിവസം ഉള്ള കാര്യമാണെങ്കിൽ അത് ആ പൂച്ചയൊന്നുമല്ല, അവൾക്ക് കുടിക്കാൻ വയ്യ, വയറുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പം ഞാൻ കുടിച്ചതാ. ഇവിടെ കള. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണക്കമീൻ എടുത്തിട്ട് ഓടിയതോ? ഞാൻ എന്നിട്ട് കൈ കിട്ടിയ വിറകെടുത്തെറിഞ്ഞപ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞത്. നീ ഉണക്കമീൻ്റെ കഥ എൻ്റെ അടുത്ത് കള്ളാതെ പറയണ്ട. തക്കളി എന്നോട് പറഞ്ഞ് ഡാഡിക്ക് വെച്ചിരിക്കുന്ന ഉണക്കമീന് മമ്മിക്ക് കൊതി കൂടുമ്പോൾ അതെടുത്ത് തിന്നിട്ട് പൂച്ചയുടെ പേര് പറയാറുണ്ട്. ഇല്ലേടി? പിന്നെ തന്നോണ്ടല്ലോ കള്ളം പറയണ്ട നീ. ചെയ്തിട്ടില്ല. പിന്നെ ആ പൂച്ച അങ്ങനെ ചെയ്യലടി. അതാണെങ്കിൽ നമ്മൾ അവിടെ വന്നിരുന്ന് എന്തെങ്കിലും കൊടുത്ത് അത് തിന്നും, പിന്നെ ഒരു ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് പോകും. അല്ലാതെ അങ്ങനെയും ചെയ്യില്ല. സത്യം പറഞ്ഞാലേ വീട്ടിൽ പൂച്ച വേണം. പൂച്ചയുടെ വലിയൊരു ശാസ്ത്രമുണ്ട്. എന്ത് ശാസ്ത്രം? പൂച്ച വന്ന് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഐശ്വര്യം. പിന്നെ പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ അതിലും ഐശ്വര്യമാണ്. പിന്നെ പൂച്ച വന്ന കല്യാണം നടക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്റെ അച്ഛൻ വീരഭദ്രൻ നായർ ഹവീൽദാര്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പറയരുത്. നിങ്ങൾക്ക് നാണാവില്ല ക്ലീറ്റോ, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ലേ? എടേ, എനിക്ക് അനുഭവങ്ങളുണ്ട്. പിന്നെ പാലായിൽ അപ്പച്ചൻ്റെ ഒരു കഥ നിനക്കറിയാമോ? അപ്പച്ചൻ എന്നും വീട്ടിന്റെ മറുവശത്ത് ചായ കുടിക്കാൻ പോണൊരു കടയുണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോണ ഹൈവേ, വണ്ടികൾ എപ്പോഴും വരുന്നതാ. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച ഇങ്ങനെ അപ്പച്ചൻ്റെ കൂടെ എപ്പോഴും നടക്കുമായിരുന്നു. ഒരു ദിവസം അപ്പച്ചൻ റോഡ് ക്രോസ് ചെയ്ത് ചായ കുടിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പോണതിന് മുന്നേ പൂച്ച ഒറ്റ പോക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചു, പൂച്ച മരിച്ചു. അങ്ങനെ അപ്പച്ചൻ ആ പൂച്ച വണ്ടി ഇടിക്കുന്നത് നോക്കി നിന്നുകൊണ്ട് അപ്പച്ചൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേ പൂച്ചനെ കൈ പിടിച്ചിട്ട് പോയാൽ മതിയല്ലോ എവിടെയും പോകുമ്പോ. അതിപ്പോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും മൃഗങ്ങളിലൂടെ നമുക്ക് പറഞ്ഞ അപകടങ്ങൾ മാറുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി. അവന്റെ കരള് പോയല്ലോ, അവൻ അങ്ങനെ തന്നെ വേണ്ട. നിങ്ങൾക്ക് കിട്ടിയോ എന്നിട്ടാ കരള്? കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലെങ്കിലും അവനും കിട്ടിയില്ലല്ലോ. അത് മതി, എനിക്ക് വേണമെന്നില്ല, മറ്റുള്ളവനും കിട്ടരുത്. അവൻ തിന്നരുത് അങ്ങനെ, അവൻ കാണിച്ച മോശമല്ലേ. കനക ഇന്നലെ മറ്റേ കരൾ കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട്? കരളിന്റെ കാര്യമൊന്നും പറയണ്ട. അതെങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ പൂച്ചോട് വെക്കണം. അയ്യോ, പൂച്ച? എല്ലാം പൂച്ച നടന്നല്ലേ? പൂച്ച നിന്നാ? ആന്ന്, നല്ല സൂപ്പർ സാധനം ഇരുന്നിട്ടത്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവള് നല്ല കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഇങ്ങോട്ട് തന്ന്. അത് മുഴുവൻ പൂച്ച തിന്നാ? ആടോ, മുഴുവൻ തിന്നാ പോയി. ഒന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ആ ജമന്തിയുടെ പണിയാണ്.
ഈ പൂച്ച വരുമ്പോൾ അതിന് കണ്ട സാധനങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂച്ച ആ ഏരിയയിൽ നിന്ന് വിട്ടുപോകും. എവിടെ നിന്ന്? ഇപ്പൊ വീട്ടിന്റെ അകത്ത് കൂടിയും പുറത്തു കൂടിയും ഒക്കെ ഈ പൂച്ചയാണ്. അത് ശരി. അപ്പൊ വളർത്തണ പൂച്ചയാണോ? അല്ലാതെ ഒരു കാടൻ പൂച്ച ഈ ഏതിലൊക്കെ തണ്ടി തിരിഞ്ഞ് നടക്കണ പൂച്ച. അത് ശരി. അതിപ്പോ സത്യം പറഞ്ഞപ്പോ വീട്ടിനകത്തായി പോയി. ഈ കാടൻ പൂച്ചക്കുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? എന്തെങ്കിലും തിന്നാൻ കിട്ടണ വീട്ടിൽ നിന്ന് അത് പോകൂല. ആ ക്ലീറ്റസും ഇവളൊക്കെ തന്നെയാണെന്ന് അതിനെ വളർത്തുന്നത്. പറഞ്ഞാലും കേൾക്കൂല. ഭക്ഷണ സാധനങ്ങളും തുറന്നു വെക്കും, വാതിലും തുറന്ന് മലത്തിയിടും. അല്ലായാലും പൂച്ചക്ക് പൂച്ചാലായി നല്ല സൂപ്പർ കരളാർന്നത്. അതിനെങ്ങനെ ഇനി അത് അധികം വല്ലാണ്ട് വാഴില്ല. അതിനെ ഞാൻ കൊല്ലും. അയ്യോ പൂച്ചനെ കൊല്ലല്ലേട്ടാ. എന്താണ്? പൂച്ചനെ കൊന്ന് ഇങ്ങനെ കൈ വിറക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ 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 കാണിക്കും. കോലക്കട മൂടാണ്. സത്യമായിട്ടോ എനിക്കറിയാവുന്ന ആളുകളുണ്ട്. എന്ത് പൂച്ച കൊന്നാലോ? ഒന്ന് പോടാ. എടാ പൂച്ചനെ കൊന്ന കൈ വിറക്കോട്ടെ. കൊല്ലാൻ നിൽക്കണം. നീ ഒരു പണിയായി അതിനെങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഒരു ചാക്കിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങോട്ട് കളാം. പിന്നെ ആ ശല്യം ഉണ്ടാവില്ല. എന്ത് വന്നാലും വേണ്ടില്ല, അതിനെ ഞാൻ ഉറപ്പായിട്ടും തല്ലിക്കൊല്ലും. കൈ ഇതിരി വറച്ചാലും കുഴപ്പമില്ല എനിക്ക്. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട് കൈ വിറക്കാത്തത്. കുറച്ച് എലിവിഷം മേടിച്ചാണ്ട് വെച്ചാൽ മതി, പൂച്ച ചത്തോളും. എടാ പൊട്ട, എലിവിഷം വെച്ച എലിയല്ലേ ചാവൂ, പൂച്ച ചാവുവോ? പൂച്ച എടാ എലിവിഷം നിന്നാ മനുഷ്യൻ വരെ ചാവും. പിന്നെ ഈ എലിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് എലിവിഷം എലിവിഷം എന്ന് പറയണ. ആര് തിന്നാലും ചാവും അത്. നീ വെച്ചു നോക്ക്. ആണോ? പിന്നെ വെച്ചു നോക്ക്. എലിവിഷം വെച്ചാൽ മതി. എന്നു പോകുമ്പോ ഞാൻ ഒരു പാക്കറ്റ് എലിവിഷം വാങ്ങും, ഉറപ്പാ. എന്നിട്ട് അതിലൊരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ട് ക്ലീറ്റസിനും വെക്ക്. അപ്പൊ 2 ശല്യം ഒന്നിച്ച് അങ്ങോട്ട് തീർന്നോളും. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ സർവീസ് ഓവർ താന്ന് കിടക്കുകയാണ് സാർ. സർവീസ് ഓവർ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലേക്ക് വരണം. ആ സർവീസ് ഓവർ താന്ന് കിടക്കുകയാണ്. അതൊന്ന് വലിച്ചു കെട്ടണം. അതെവിടെ കംപ്ലൈന്റ് എഴുതി വെക്കണം കേട്ടാ. ഞാൻ 2-3 പ്രാവശ്യം വന്നതാണ് സാർ ഇവിടെ. അയ്യോ, അപ്പൊ കംപ്ലൈന്റ് എഴുതി വെച്ചില്ലേ? കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ട് എഴുതി ഇവിടെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചേട്ടൻ ആ കംപ്ലൈന്റ് ബുക്കിൽ എഴുതി വെക്കണം. പിന്നെ അല്ലെ ഞങ്ങൾ പോയി എന്ത് പണിക്ക് പോണേന്ന് ഇവിടെ അറിയാൻ പറ്റൂല. അത് എങ്ങനെ വല്ലാണ്ട് താന്ന് കിടക്കണ്ട? ഓ കുറെ താന്ന് കിടക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതാണ് സാർ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ വരുന്ന വഴി ഇതിൽ വരാം കേട്ടാ. അതെ ചേട്ടാ, വീട്ടിൽ മറ്റേ അഴ ഇതുണ്ടായത് മറ്റേ തോട്ടി തോട്ടി വെച്ചിട്ട് ഇങ്ങനെ കുത്തി പൊക്കി വെക്ക് തൽക്കാലം. പിള്ളേരെ അത് മൂഞ്ഞാലടിക്കണ്ട, അപകടം കേട്ടാ. കേട്ടാ, വരുന്ന വഴി ഇതിൽ വരാം. ഓഫീസ് വിട്ട് വരുന്ന വഴി ഇതിൽ വരാം. ഇന്നേ വേറെ കുറച്ച് പണിയുണ്ട്. ഒരു പൂച്ച അല്ല, വേറെ പണിയൊക്കെ ഉണ്ട്. വരാം. ശരി, ഓക്കെ. എടേ, എന്റെ ഈ വെള്ളയും നിനക്ക് പുച്ഛമല്ലേ? പുച്ഛം. എന്നാ നിന്റെ ആങ്ങളുടെ കാക്കിയും ഇത് രണ്ടും തമ്മിലുള്ള വിലയുടെ മഹത്വം നീ ഇതാ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിടിക്കേ. ചെമ്മീൻ. വെറും ചെമ്മീനല്ല, അല്ല അസല് ചെമ്മീൻ, നാടൻ. ഇത് ഞാൻ പോയ വഴിക്ക് കിടക്കായിരുന്നു. മാർക്കറ്റിൽ നിന്നടി. നല്ല വിലയൊക്കെയാണല്ലോ. എവിടുന്നാ ക്ലീറ്റോ കാശ്? ഇതുപോലെ നിന്റെ ആങ്ങളെ കുറച്ച് ദിവസം മുമ്പ് മേടിച്ചോണ്ടെന്നല്ലോ 1 കിലോ 500 രൂപയ്ക്ക്. ഇത് 2 കിലോയാണ് 500 രൂപയ്ക്ക് ഞാൻ മേടിച്ചേക്കണേ. അതാണ് ഈ ഡ്രസ്സിന്റെ ആ ഡ്രസ്സിന്റെ തമ്മിലുള്ള വ്യത്യാസം. 2 കിലോ 500 രൂപ? എന്ത് വിശ്വസിക്കാൻ പറ്റണില്ലേ? അന്ന് ഇനി മുതൽ എന്നും ക്ലീറ്റോ മാർക്കറ്റിൽ പോയാൽ മതി, നമുക്ക് ലാഭം കിട്ടൂല പൈസ. പിന്നെ ക്ലീറ്റോ അങ്ങനെ മാർക്കറ്റിൽ കയറി ഇറങ്ങാനുള്ള ആളല്ലേ ക്ലീറ്റോ. വല്ലപ്പോഴൊക്കെ ഇതുപോലെ പോകും. ചേർന്ന പറഞ്ഞ മാർക്കറ്റിൽ പിള്ളേരല്ല, നമ്മുടെ സജീറും റഷീദും അവന്മാരും മമ്മൂദും ഒക്കെ കൂടെ എനിക്ക് അറിയൂടാ. പിന്നെ എന്ത് ചെയ്യാ. നോക്കിയപ്പോൾ കൊഞ്ച് ഇരുന്നത് നമ്മുടെ സജീറിൻ്റെയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചേ കൊഞ്ച് എന്താ വില? കാരണം ഇവനെന്ന് 500 എന്ന് പറഞ്ഞല്ലോ. അപ്പം അവൻ പറഞ്ഞു 250 രൂപ ക്ലീറ്റോ ചേട്ടാ. അപ്പൊ എനിക്ക് അവനിനി കള്ളം പറഞ്ഞായിരുന്നു. പക്ഷെ അതല്ല, അവനെ പറ്റിച്ചതാ. അവനിത് വല്ല അറിയാമോ? മാർക്കറ്റിൽ കയറി മീനും വല്ലതും വാങ്ങാനോ പിടിക്കാനോ അറിയാമോ? ഇതിപ്പേ അധികം ഉണ്ടല്ലോ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് നമുക്ക് എടുത്തിട്ട് ബാക്കി അവർക്കും കൊടുക്കാം. എങ്ങനെ? നീ ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട കേട്ടോ. ക്ലീറ്റോ ഇത് ഇത്രയില്ലേ ക്ലീറ്റോ? ഇതെന്തിനാ നമുക്ക് ഇത്രയും മീൻ? വേണ്ട, ഇത് ഞാനേ കൊഞ്ച് തീയല്, കൊഞ്ച് വറ്റിച്ചത്, കൊഞ്ച് ഫ്രൈ, ഇതിന് 3നും വേണ്ടി കൂടെ മേടിച്ചാണ് കേട്ടാ. അതങ്ങനെ വല്ലവർക്കും കൊടുക്കണ്ട. എടി, അവൻ മട്ടൻ ലിവർ കൊണ്ടുവച്ചിട്ട് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ടും വേണ്ട കേട്ടോ. കൊണ്ടുപോയി റെഡിയാക്കി. അവർക്ക് കൊടുക്കണ്ട. നീ അങ്ങോട്ട് വേണമെങ്കിൽ വേവിക്ക്. ഇവിടെ നോക്കിയേ. അതിനിടയ്ക്ക് ഈ രൂപത്തിലായി. ഇനി വലിച്ചൊന്നും കെട്ടണ്ട. അവർക്കൂടെ കുറച്ച് കൊടുക്ക്. എന്നാ പിന്നെ കറി വെച്ചിട്ട് ഇച്ചിരി കൊണ്ട് കൊടുക്കാം. നീ കണി വെച്ചിട്ട് ഇപ്പൊ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചെയ്താൽ മതി. അവർക്ക് പിന്നെ വേറെ എന്താ ജോലി? അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, തീയും ഗ്യാസും ഒക്കെ, മല്ലിപ്പൊടി മുളപ്പൊടി, അതൊക്കെ എടുത്ത് ചിലവാക്കിയിട്ട് അങ്ങോട്ട് വെക്കട്ടെ.
കുറച്ചങ്ങോട്ട് കൊടുക്ക്. പിന്നെ ഇനി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഇനി അവൾക്ക് വേവിച്ച് കൊടുക്കണം പോലും. ചട്ടിയിലോട്ട് ഇടട്ടെ. അവനങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലല്ലോ. നമ്മൾ വേവിക്കുക, കൊടുക്കുക, ഇതൊക്കെ നമുക്ക് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ജമന്തിയേ, ഡീ, വന്നേ. എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുന്നു തോന്നുന്നില്ല. ചെറിയ ക്ഷീണം. കറി എന്താ വെച്ചു? സാമ്പാർ. സാമ്പാർ. ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ല അല്ലേ എന്റെ മോക്ക്? അത് ഇഷ്ടമായതുകൊണ്ടല്ലേ. എന്താ എന്നാ ഇച്ചിരി ചെമ്മീൻ. ഇതെവിടുന്നാ? അത് ക്ലീറ്റോ മേടിച്ചിട്ടുണ്ടോന്നാ? വേണ്ടായിരുന്നു. എന്താ ഇനിയിപ്പൊ ഇത് നന്നാക്കണ്ടേ? വേണ്ടടി, അത് നന്നാക്കൊന്നും വേണ്ട. അതിനോട് പറഞ്ഞത് തന്നെ അങ്ങ് കറിയായിക്കോളും. അല്ല നാത്തും വയ്ക്കണില്ലേ? ഞാൻ നോക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിന്റെ കൂടെ കുറച്ചെനിക്ക് നന്നാക്കിതാ. നിനക്ക് എന്താ ചമന്തി മേലനങ്ങാൻ പാടില്ലാത്തോണം? ഭയങ്കര മടിച്ചേവരാട്ടോ നീ. അതെങ്ങനെ അവന് ഓരോന്നീ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്ത് വഷളാക്കിയോളെ കൊണ്ടടി. നാത്തൂര് എങ്ങനെ വെക്കാൻ പോണേ? ഞാൻ ഇച്ചിരി റോസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ചെടുത്ത് ചക്കക്കുരും മാങ്ങയും ചെമ്മീനും കൂടി വെക്കും. അപ്പൊ പിന്നെ എനിക്കിനി വെക്കാനൊന്നും ഇല്ലല്ലോ. അവിടുന്ന് വെക്കണത് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. അതാ ഞാൻ പറഞ്ഞേ. അത് അവിടെ വെക്കണത് ഇവിടെ വെക്കാൻ പാടില്ലേ? ദേ മോളൊരു കാര്യം ചെയ്യും, അത് നന്നാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പറ്റിച്ച് വെക്കും ഉപ്പിട്ട്. എന്നിട്ട് അവൻ വരുമ്പോ ചോദിക്കും എന്ത് ചെയ്യണം എന്ന്. അവന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കൊടുക്ക്. പറ്റുമോ? എന്നാ ചെല്ല്. ജലദോഷം. ജലദോഷം അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. പച്ചച്ചെമ്മിന ഇല്ല, അതിന്റെ രുചി പോകും. മടിച്ചിക്കോറ. രാവിലെ അവിടെ പോയിട്ട് വരണേ? എന്താ കളിയാ ഞങ്ങള് രാവിലെ തന്നെ എവിടെ പോയി? രാവിലെ പോയതല്ല, ഇന്നലെ രാത്രി പോയതാ. എവിടെ പോയി? ആശുപത്രിയില്. ആശുപത്രിയിലോ? ഒന്നും പറയണ്ടല്ലയാ. അല്ല, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നേ. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഛർദിലും വയറിനും ഒക്കെ ആകെ പ്രശ്നമായി. പിന്നെ റോഡിൽ ഇറങ്ങി കിട്ടിയ ആട്ടോയിൽ ഞങ്ങൾ ആശുപത്രിയിലെത്തി. എന്നാ പിന്നെ വിളിച്ചൂടെ ഞങ്ങൾക്ക്? വാ, എത്ര നേരം വിളിച്ചു? ഒരെണ്ണം എഴുന്നേക്കണ്ടേ? ഡോക്ടർ പറയപ്പോ ഫുഡ് പോയിസൺ ആന്ന്. ഫുഡ് പോയിസണാ? അപ്പൊ വയറിന് പറ്റാത്ത എന്താ നിങ്ങൾ കഴിച്ചത്? ആ ചെമ്മീൻ തിന്നില്ല ഇന്നലെ. ചെമ്മീൻ തിന്നിട്ടാ? അല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ? ഓ, നമ്മക്ക് അതിന് ചെമ്മീൻ തിന്നാനുള്ള യോഗമൊന്നുമില്ലല്ലോ. പോടാ അവിടുന്ന്. ഇന്നലെ ഞാൻ ഇവളുടെ കയ്യിൽ ചെമ്മീൻ കൊണ്ടേ കൊടുത്തതല്ലേ. അത് ഞാൻ നന്നാക്കാൻ വേണ്ടി പാത്രത്തിൽ വെച്ചില്ലേ, അത് മുഴുവൻ ആ പൂച്ച തിന്നു. ആ കുടിച്ചങ്ങട്ടവൻ. ഓ, എന്നാലും എന്റെ ജമന്തി നമ്മൾ രക്ഷപ്പെട്ടുട്ടാ. അളിയൻ പറഞ്ഞത് വളരെ കറക്റ്റാ. നമുക്ക് വരുന്ന ചില ആപത്തുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെയുള്ള പൂച്ചകളൊക്കെ ഉണ്ടാകും. കുറെ അങ്ങ് തട്ടി നീങ്ങി പോകുന്നു പറഞ്ഞില്ലേ, വളരെ ശരിയാ. ഇല്ലെങ്കിൽ ഞങ്ങളും ആശുപത്രി കിടക്കേണ്ടി വന്നേനെ. ഒന്നും ചെയ്യരുത്, മിണ്ടപ്രാണിയാണ്. Alien versus Alien.